ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 25-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. 27 നക്ഷത്ര ജാതകർക്കും ഏത് വിധത്തിലുള്ള അനുഭവങ്ങളാണ്, ജീവിതാനുഭവങ്ങളാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലിന് ആളുകാർക്ക് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന്മേൽ അത്ര അനുകൂലമാകണമെന്നില്ല. എന്നാൽ മാതാവ് മുഖേനയുള്ള ചില നേട്ടങ്ങൾ ചിലർക്ക് വന്നു ചേരാമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ അനുകൂലമാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ വലിയ കാര്യമായി ഗുണം ചെയ്യുന്നൊരു ദിവസമല്ല. പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുഖസ്വസ്ഥ ദേഹന്മ ഇവർക്ക് അനുകൂലമല്ലാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിലിടങ്ങളിൽ മേലധികാരിയുമായിട്ടുള്ള പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ചെന്നുപെടാതെ സൂക്ഷിക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ, ഭൂമി ഒഴികെയുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്ന് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്കുണ്ടാകുവാൻ ഇടയുള്ള ഒരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ ഏതെങ്കിലും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ഭാരപ്പെടുവാനും സാധ്യതയുണ്ട്. തൊഴിൽഗുണം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസം കൂടിയാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവരെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഇവർക്ക് സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് ശത്രുതയിലൊക്കെ അവസാനിക്കുവാനും സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള മാനഹാനിയും അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ അകപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ്. ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനധാന്യ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വലിയ നേട്ടമല്ലെങ്കിലും സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ പ്രതീക്ഷയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് ദാമ്പത്യ ജീവിത സുഖമുണ്ട് എങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാനോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. ഭാര്യ മുഖേന ഭർത്താവ് മുഖേന സ്വത്തുവകളോ സ്വർണ്ണങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ, സ്വർണ്ണാഭരണങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കലഹിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പലർക്കും തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നേരിടുന്നൊരു സമയമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന സമയമാണ്. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ജോലിയൊക്കെ നഷ്ടപ്പെടാവുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉള്ള ഒരു സമയമല്ല. എങ്കിലും ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ ഇതൊന്നും അറിയാതെ അവർ ജീവിച്ചു പോകും. ദശാകാലത്തേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ദോഷം ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിയാണെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവും തൊഴിൽപരമായുള്ള പ്രതിസന്ധിയൊക്കെ അവർക്കുണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും അവർ സാധാരണ ഒരു ജീവിതാനുഭവമായി തിങ്കളാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് വിശ്വസിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് കുടുംബം, ധനം എന്നിവയിൽ അനുകൂലമായൊരു സാഹചര്യം പ്രതീക്ഷിക്കാം. എങ്കിലും അത്ര നല്ല മെച്ചപ്പെട്ട ഒരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമല്ല. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോ മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും അവർക്ക് അത്ര നല്ലതല്ല. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുന്നൊരു സമയം കൂടിയാണ്. അത്ര സമയം നല്ലതല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, സുഖസ്വസ്ഥ ദേഹന്മ ഒക്കെ കുറവ് വരുന്ന സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ ഇപ്പോൾ കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അവരെ അലട്ടുന്നൊരു സമയമാണ്. ഈശ്വരാനുഗ്രഹവും അതുപോലെ തന്നെ ദശാകാലത്തിൻ്റെ നേട്ടവും ഉള്ളവർക്ക് ഈ പ്രതിസന്ധികളിൽ അകപ്പെടാതെ കഴിഞ്ഞു പോകാൻ പറ്റുന്നൊരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് സുഖസ്വസ്ഥ ദേഹത്തിന്മയൊക്കെ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ തർക്കമോ
പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗദുഃഖദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും തൊഴിൽഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായൊരു സമയം മക്കളെ കൊണ്ടും തൊഴിൽപരമായുള്ള ഒരു സ്ഥിതിയുമാണ് ഏറ്റവും മെച്ചമായിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹവും അതുപോലെ തന്നെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബസുഖമൊന്നും അത്ര മെച്ചമല്ല. ബന്ധുക്കളുടെ ശത്രുതകളൊക്കെ വന്ന് ചേരുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നേട്ടമായിട്ടുള്ളത് തൊഴിൽ ഗുണവും മക്കളെ കൊണ്ടുള്ള ഗുണവുമാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് ശാരീരികവും മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പലവിധമായ ക്ലേശങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള വലിയ കാര്യമായ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല. സഹോദരങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർ ഒരു നിശ്ചലാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. പലരും വിദേശവാസത്തെക്കുറിച്ച് ആലോചിക്കും. സുഖസ്വസ്ഥ ദേഹനന്മ ചിലർക്കൊക്കെ കുറവായിരിക്കും. മാനസികവും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർക്ക് ധനപരമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്, സൂക്ഷിക്കുക. ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ കടന്നു പോകുന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് ജീവിതത്തിൽ ഒരു പരിധിവരെ ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം, മക്കളെ കൊണ്ടും അങ്ങനെ മാതാവിനെ കൊണ്ടും തൊഴിൽ കൊണ്ടും ദാമ്പത്യ ജീവിതം കൊണ്ടും എല്ലാം നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാതെ അവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ സ്ത്രീകൾ മുഖേനയുള്ള ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് വന്നേക്കാം. എങ്കിലും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ള വലിയ നേട്ടങ്ങൾ ഒന്നും വന്നു ചേർന്നില്ലെങ്കിൽ പോലും സാധാരണയിൽ കവിഞ്ഞുള്ള ഒരു പ്രതീക്ഷ അർപ്പിക്കാവുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള ഏറെക്കുറെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വലിയ പ്രതീക്ഷയൊന്നും അവർക്ക് വ്യക്തി പുലർത്താൻ പറ്റത്തില്ലെങ്കിലും ഭാഗ്യം കൊണ്ട് ഏറെക്കുറെ ഒരു പ്രതീക്ഷ അർപ്പിക്കാം. തൊഴിൽപരമായിട്ടുള്ള പ്രതീക്ഷ. തൊഴിൽ നഷ്ടപ്പെട്ടവർക്കൊക്കെ തൊഴിൽ തിരിച്ചു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഭാഗ്യമുണ്ടെങ്കിൽ അത് ഒക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ആ തൊഴിൽ ലഭിക്കുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കുടുംബസുഖവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും അനുകൂലമാണെങ്കിലും ചിലർക്കൊന്നും അത് അത്ര അനുകൂലമല്ല. കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നീചത്വമുള്ളതുകൊണ്ട് അവരുടെ ജന്മഭാവത്തിന് നീചത്വം വരുന്നതുകൊണ്ട് സുഖസ്വസ്ഥ ദേഹത്തിനുമൊന്നും അത്ര നല്ലതല്ല. പല പ്രശ്നങ്ങളിലും ഇവർ അലട്ടുന്നവരാണ്. ഭാഗ്യക്കേടുകളും ഒക്കെ വന്ന് ഇവർക്ക് കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇവർ ഭാരപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ആശ്വാസമായിട്ട് നിൽക്കുന്നുണ്ട്. തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമാണ്. ഈ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോലും ചിലരിൽ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല അനുഭവങ്ങൾ വരാം, കുറച്ച് ആൾക്കാർക്കൊക്കെ മോശമായ അനുഭവങ്ങൾ വരാം. ചിലർക്ക് ഭാഗ്യം കൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതവും അനുകൂലമാണ്. ചിലർക്ക് ഇതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ളൊരു ഭാഗ്യം കൊണ്ട് ചെറുതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സാധിച്ചെടുക്കുവാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് 9ാം ഭാവത്തിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നുമില്ല. അവർക്ക് തൊഴിൽപരമായുള്ള ഒരു പ്രത്യേകത അവർക്ക് അനുകൂലമായതൊരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ധനുക്കൂറുകാർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്ന കാര്യമാണ്. കടബാധകളാലോ ശത്രുക്കളാലോ വലിയ ഭാരം ഒന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലാത്തൊരു സമയം കൂടിയാണ്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം അവർക്ക് വലിയ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്, 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ ബലവാനല്ലാത്തതുകൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും
ഒരു ജീവിച്ചു പോകാൻ പ്രേരണ നൽകുന്ന വിധത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വലിയ പരാജയമോ വലിയ നേട്ടമോ ഒന്നും തിങ്കളാഴ്ച ദിവസം ഉണ്ടാകത്തില്ല. സാധാരണ ഒരു ജീവിതാനുഭവമായി ധനക്കുറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽഗുണവും ദാമ്പത്യ എല്ലാ കാര്യങ്ങളും ഒരു മിതത്വം വന്നു ചേർന്ന് അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒരു പരിധിവരെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലും വിശ്വാസത്തിലും ഒക്കെ സഹകരിക്കുക, സംസാരിക്കുക. അഭിപ്രായ വ്യത്യാസത്തിന് എപ്പം വേണേലും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച ദിവസം വഴക്ക് പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ശാരീരികമായുള്ള സുഖം മെച്ചമായിട്ട് വന്നു ചേരണമെന്നില്ല. മാനസികവും ശാരീരികവുമുള്ള തളർച്ചകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കർത്തവാവിനോടൊക്കെ അനുബന്ധിച്ച് ജനിച്ചവർക്കൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളതെന്ന് അറിഞ്ഞുള്ളൂ. എങ്കിലും തൊഴിൽഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ലൊരു സാഹചര്യത്തെ കൊടുക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് കൊടുക്കുന്നു. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് കാര്യമായ നേട്ടമില്ല. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. ചന്ദ്രൻ അഷ്ടമത്തിലാണ്, അതുപോലെ തന്നെ ചൊവ്വ നീചത്തിലാണ്. അതുകൊണ്ട് ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 7 നിൽക്കുന്ന ചന്ദ്രൻ ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നു. തൊഴിൽഗുണം, ധനപരമായ നേട്ടം, അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. വലിയ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ബലമുള്ളൊരു ചന്ദ്രനല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലൊന്നും നേട്ടം വന്നു ചേർന്നില്ലെങ്കിൽ പോലും സാമാന്യ വിധത്തിലുള്ള നല്ല അനുഭവങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബസുഖം, ധനപരമായ നേട്ടം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൊഴിൽഗുണം, ദാമ്പത്യ ജീവിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ലൊരു അനുഭവം തിങ്കളാഴ്ച ദിവസം വന്നു ചേരും എന്നുള്ളത് കുംഭക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ജഗദീശ്വരൻ നൽകുന്ന ഒരു കാര്യമാണ്. അവർക്ക് കുറച്ച് നാളായിട്ട് നല്ല സമയമാണ്. ജന്മത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷമൊന്നും കാര്യമായി ബാധിക്കാത്ത ഒരു ഗ്രഹസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. മക്കൾ വരുത്തി വെച്ച കടബാധകളോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ഒക്കെ അവർക്ക് വിനയായി വന്നു ചേരുന്നൊരു ദിവസമാണ്. മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാതെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഈ നാളുകാർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനമയൊന്നും അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം. എങ്കിലും വലിയ ദോഷമൊന്നും വന്നു ചേരാതെ സാധാരണ ഒരു ജീവിതാനുഭവവും അതുപോലെ തന്നെ സാധാരണ ജീവിതാനുഭവത്തോടു കൂടി രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാലോ മറ്റു വിഷയങ്ങളാലോ ഒക്കെ ഭാരപ്പെട്ട് കഴിഞ്ഞു പോകുന്നൊരു ദിവസമാണ്. വലിയ നേട്ടമോ വലിയ കോട്ടമോ ഒന്നും വന്നു ചേരത്തില്ല. ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ ചെറിയ രീതിയിലുള്ള തിക്താനുഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ആവറേജ് ശരാശരി രീതിയിൽ കഴിഞ്ഞു പോകുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇവർക്ക് 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവരുടെ 5ാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. അപ്പോൾ കാര്യവിജയം ഏറെക്കുറെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇവർ ആഗ്രഹിക്കുന്നതിനുള്ള കാര്യവിജയമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. സുഖസ്വസ്ഥത ഏകദിനമേ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. തൊഴിൽപരമായുള്ള വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല. എങ്കിലും സ്ത്രീകൾ മുഖേന തൊഴിൽപരമായുള്ള മേഖലകളിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ചിലർക്കൊക്കെ അത് നല്ല അനുഭവങ്ങളായിട്ട് വന്നു ചേരും. രാജയോഗതുല്യമായ അനുഭവങ്ങളായിട്ട് ചിലർക്കൊക്കെ വന്നു ചേരും. പക്ഷേ ചിലരെ സംബന്ധിച്ച് അത് അവർക്ക് അങ്ങനെ ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു നല്ല അവസരം കിട്ടിയാൽ പോലും രോഗത്താലോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രയാസത്താലോ അത് തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെയും വന്നു ചേരാം. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും ഈ മീനക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും വലിയ നേട്ടമില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭാഗ്യമൊന്നും ഇവർക്ക് തുണയ്ക്കുന്നൊരു സമയവുമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പിന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്താൽ വന്നു ചേരുന്ന പ്രത്യേകതകൾ അത് സ്ത്രീകൾ മുഖേന ചിലരിൽ നല്ല അനുഭവങ്ങളായി മാറാം, ചിലർക്ക് സ്ത്രീകൾ ശത്രുക്കളായി മാറാം. അപ്പോൾ അവിടെ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എല്ലാവർക്കും ഒരുപോലെ നേട്ടം വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഗ്രഹസ്ഥിതി 10ലെ ശുക്രൻ നോക്കുമ്പോൾ 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ തിങ്കളാഴ്ച ദിവസം ഈ ശുക്രൻ അനുകൂലമായ ഫലത്തെ കൊടുക്കത്തില്ല. കാരണം തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രനെ ശുക്രൻ ശത്രുവായിട്ട് കാണുന്നു. അതാണൊരു വിഷയം. അപ്പോൾ ചന്ദ്രന് ബലമുണ്ടോ? ചന്ദ്രന് ബലമില്ല. ചന്ദ്രൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയായിരുന്നെങ്കിൽ ഇവർക്ക് അങ്ങനെയെങ്കിലും ഒരു ബലം കിട്ടിയേനെയും. അതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ദോഷമോ വലിയ നേട്ടമോ ഒന്നും വരാതെ ഒരു പരുവത്തിൽ അങ്ങ് കടന്നു പോകുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർക്ക്
മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. ചിലർക്ക് അവരവരെ കൊണ്ടുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാലുള്ള പ്രതിസന്ധി അവർക്കുണ്ടാകാം. ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകൾ മുഖേന ശത്രുതകളും വന്നു ചേരാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ് കൂടുതലായിട്ടും ഇവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മഹാദേവ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണം. വിവിധങ്ങളായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഒട്ടനവധി പേർ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരുടെ വിഷയങ്ങളിൽ മഹാദേവൻ ഒന്ന് ഇടപെട്ട് അവർക്കൊരു ആശ്വാസം കൊടുക്കണം. അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി കൊടുക്കണം, പ്രേരണ കൊടുക്കണം, സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുക്കണം. മഹാദേവൻ്റെ കാരുണ്യം അവരിൽ ചൊരിയണം. മഹാദേവനോട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.